നാളെ
പാട്ടും അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു പ്രാവശ്യം എന്തിനാണ് ഈ വഴിപാട് നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ഉത്ഭവം എന്താണ്, ഇതിനൊക്കെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം പറയേണ്ടായി. പലർക്കും അന്നത് മനസ്സിലായിട്ടില്ല. ഇന്ന് ഒന്നും കൂടി പറയണം എന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ ഏതായാലും അതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാം എന്ന് വെച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, അതായത് പാദാദി കേശാദിപാദം വർണ്ണിച്ച് ആരംഭിക്കുന്ന സമയത്തും കളം മായ്ക്കുന്ന സമയത്തും നമ്മളെല്ലാവരും ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ആ കാര്യങ്ങൾ നമുക്ക് ഭഗവതി സാധിച്ചു തരും എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, നിസ്സാരമൊന്നുമില്ല. അത് കാരണം ഒരുപാട് സ്ഥലത്ത്, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇന്ന് കളമെഴുത്ത് പാട്ട് ഭക്തരുടെ വക വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ആലുവ അമ്പാട്ടുകാവിൽ 1000 ചില്ലാനും പേര് കളമെഴുത്തും പാട്ടും നടത്തുന്നുണ്ട്. 12 ദിവസമുള്ളൂ അവിടെ. ഓരോ ദിവസം 100-100 ചില്ലാനും പേര് ഓരോരുത്തരുടെ വക വഴിപാടായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങാത്ത കാരണം പുറമേ ഒരു പന്തലിട്ട് ആ പന്തലിൻ്റെ ഒരു തറ വന്നത് അവിടെ കളം എഴുതിയിട്ടാണ് നടക്കുക. അത്രയ്ക്ക് അധികം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കേണ്ടതെന്ന് നേരിട്ട് സംസാരിക്കേണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പലർക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്നാമത്തേലെന്ന് എല്ലാവർക്കും ഭയങ്കര ബന്ധപ്പാടാണ്. ക്ഷേത്രത്തിൽ വരെ ഉടനെ പോവുക, ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത്, എന്താണ് അവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ പരിപാടികൾ നടത്തുന്നത് ഞങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തും. എന്നാലും അതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും ആ കാര്യം നമുക്ക് ഭഗവതി സാധിച്ചു തരും എന്നുള്ളതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. ആരും നിങ്ങൾ അത്യാവശ്യമുള്ള ആൾക്കാർ ഒന്ന് ഉള്ളിലേക്ക് പ്രാർത്ഥിച്ച് നോക്കൂ. അടുത്ത കൊല്ലം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയാണെങ്കിൽ എൻ്റെ വക ഒരു കളവെഴുത്തും പാട്ടും നടത്തിക്കോളാം, ഇന്ന് ദേവിയുടെ നടക്കാനുള്ള നേര അടുത്ത കൊല്ലത്തേക്ക് റെഡി ആയിരിക്കുന്നത്. നമുക്ക് അർഹതയുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ, യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഉത്ഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭദ്രകാളി ദാരികവധം കഴിഞ്ഞ് കോപാക്രാന്തയായി ദാരിക ശിരസ്സുമായി കൈലാസത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ആ വിവരം നാരദ മഹർഷി ചെന്ന് പരമശിവനെ അറിയിക്കുകയാണ്. കാളിയെ കലി ബാധിച്ചിട്ടാണ് വരുന്നത്, ഉടനെ തന്നെ കൈലാസം തന്നെ ദഹിച്ചു പോവോ എന്നുള്ള സംശയമുണ്ട്, അതുകൊണ്ട് വേണ്ട നിവാരണങ്ങൾ ഉടനെ ചെയ്യണമെന്ന് നാരദ മഹർഷി പറയുകയാണ്. ഉടനെ പരമശിവൻ അന്ന് കൈലാസത്തിലുണ്ടായിരുന്ന കലാകാരന്മാരായ ഭൂതങ്ങളെ വിളിച്ച് കാട്ടിലെ പല നിറത്തിലുമുള്ള ഇലകൾ പൊടിച്ച് അതുകൊണ്ട് ഭഗവതി ദാരികവധം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ആ ഭയങ്കര രൂപം നിർമ്മിക്കുവാൻ ആജ്ഞാപിക്കുകയാണ്. അവരാകട്ടെ നിമിഷനേരം കൊണ്ട് ആ പ്രവൃത്തി ചെയ്തു. ദേവിയുടെ രൂപം നിർമ്മിച്ചു. ദേവിയുടെ രൂപം നിർമ്മിച്ച് കാലിൻ്റെ ചിലങ്ക എഴുതാൻ ഉള്ള ഭാവമായപ്പോഴേക്കും ഭദ്രകാളിയുടെ അലർച്ച കേട്ടു. അകലെ നിന്ന് ദാരികശിരസുമായി ആ അക്ഷരത്തിൽ വരുന്ന അലർച്ച കേട്ടു. അപ്പോൾ ഉടനെ ഇവർ പേടിച്ചിട്ട് വെറുതെ ചിലങ്കയുടെ സ്ഥാനത്ത് ഒരു വര മാത്രം വരച്ച് കാട്ടിപ്പോയി ഒളിക്കുകയാണ്. ഭഗവതി ഒന്നാ കളത്തിലേക്ക് നോക്കി എൻ്റെ രൂപം ആരാണ് സൃഷ്ടിച്ചത് എന്ന് ആലോചിച്ച് ആ ആലോചനയിൽ ദേവിയുടെ കലിബാക്കി ആ ഒരു കുറച്ചൊന്ന് ശമിച്ചു ആ വിഗ്രഹം. അപ്പോൾ ഈ കളം ഈ രൂപം നിർമ്മിച്ചവരെ ഭഗവതി അന്വേഷിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ വന്നോളും, എന്നെ പേടിക്കേണ്ട, ഞാൻ സന്തുഷ്ടയാണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഈ കഥം എഴുതിയ ആൾക്കാർ ഭൂതഗണങ്ങൾ ദേവിയുടെ കാൽക്കൽ ചമ്പരം കഴിഞ്ഞിരുന്ന് ദേവിയുടെ പാദാദികേശവും കേശാദിപാദവും ഭക്തിപരസ്പരം
ആലപിക്കുകയാണ്. ആ പാട്ടുകൾ തന്നെയാണ് ഇന്നും പാടുന്നത്. അത് ആ ഭാഷയിൽ വ്യത്യാസം വന്ന് ഇതുകൊണ്ട് ചില അക്ഷരങ്ങൾക്കും ഒക്കെ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ്രാവിഡ സംസ്കാരക്കാലത്ത് ഉണ്ടായ ഒരു കലാപരിപാടിയാണ് ഈ കളമെഴുത്തും പാട്ടും, അതുപോലെ തന്നെ മുടിയേറ്റും. മുടിയേറ്റിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ കളമെഴുത്ത്. അങ്ങനെ ആ കളത്തിലും അവരുടെ പാട്ടിലും സന്തുഷ്ടയായ ഭഗവതി അവരെയും കൊണ്ട് കൈലാസത്തിൽ പോയി അവരെ പരമശിവനും ഭഗവതിയും കൂടി അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ തൊഴിലിൽ സംബന്ധിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ അവർക്ക് ആവശ്യമുള്ള ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കും എന്ന് ഭഗവതി കൈലാസത്തിൽ വെച്ച് പറഞ്ഞേക്കുന്ന കാര്യമാണത്. അത് പ്രകാരമാണ് പല ദിക്കിലും കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ ക്ഷമയോടുകൂടി ആ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് പോയാൽ യാതൊരു സംശയമില്ല, ആ കാര്യങ്ങൾ നടത്തും. ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. കളമെഴുത്തുപാട്ടിനുള്ള പന്തൽ ഒരുക്കുന്ന ആ ഭാഗമാണ് ഇപ്പോൾ ആരംഭിച്ചത്. തുടർന്ന് ദേവിയുടെ പാദാതികേശ വർണ്ണനയാണ്. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. കാലിൻ്റെ വിരൽ മുതൽ വർണ്ണിക്കുന്ന ഓരോ ഭാഗങ്ങൾ. Oh
ഉദരം കൈ തോഴും മണിമാല തൊഴുന്നേ വളഞ്ഞ തൊഴുന്നേ. ഏറ്റാളി വഴിയാ എന്തുകൂടി വരും എല്ലാവരും എന്ന് വെച്ചാൽ മയ്ക്കാൻ പാടില്ല. ഒരാൾ മയക്കേണ്ടെന്ന് പറഞ്ഞാൽ മയ്ക്കാൻ പാടില്ല. പക്ഷെ അപ്പം ആറാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നേരം പൂജ വെക്കാം, ശരിക്കും കൊടുക്കാം. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. കളം മാറ്റാണ്.
എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കണേ. നിങ്ങൾക്ക് തീരുണ്ടാവില്ല